അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു രോഗി വന്നത്, അവർ കാലിലൊരു മുറിവാണെന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര നാളായി താങ്കൾ മുറിവ് തുടങ്ങിയിട്ട്? അപ്പോൾ പറഞ്ഞു ഏകദേശം ഒരു 8 മാസത്തോളമായി കാലിലെ മുറിവുകൾ. അപ്പോൾ ഒരു വ്രണം പോലെ കാലിൻ്റെ അടിയിലുണ്ട്, ഒരു കറുത്ത കളറിൽ വ്രണം പോലെ ഇങ്ങനെ വലുതായി ഒരു അൾസറേറ്റഡ് ആയിട്ട്. അപ്പം മരുന്ന് കഴിച്ചു നോക്കി, 1-2 ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചു, കുറച്ച് മരുന്നുകളൊക്കെ കഴിച്ചു. പക്ഷേ ചിലപ്പം മരുന്ന് കഴിക്കുമ്പോൾ മുറിക്ക് ചെറിയൊരു ഉണക്കമൊക്കെ ഉണ്ട്, പക്ഷേ പൂർണ്ണമായിട്ട് മാറുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ രോഗി എത്തിയത്. അവസാനം ആ രോഗിയെ ഇതുമായി ബന്ധപ്പെട്ട ടെസ്റ്റിലേക്കൊക്കെ പറഞ്ഞയച്ചപ്പോഴാണ് മനസ്സിലായത് അതൊരു സ്കിൻ ക്യാൻസർ ആയിരുന്നു എന്നുള്ളത്. പക്ഷേ അത് കണ്ടെത്തിയപ്പോഴേക്ക് തന്നെ പലപ്പോഴും അത് കുറച്ചും കൂടി മൂർച്ഛിച്ച അവസ്ഥയിലേക്ക്, കുറച്ചും കൂടി ഡീപ്പർ ടിഷ്യൂസിലേക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ വന്നിരുന്നു എന്നുള്ളതും, ആ രോഗി പിന്നെ അതുമായി ബന്ധപ്പെട്ട് കുറേ പ്രയാസങ്ങൾ അനുഭവിച്ചു എന്നുള്ളതും പിന്നെ അതിന് ശേഷം ഉണ്ടായൊരു കാര്യമാണ്. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ കുറേ ആളുകളുണ്ട്, പലപ്പോഴും രോഗം തിരിച്ചറിയാതെ പോകുന്നു, രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കുന്നില്ല. നമ്മളിപ്പോൾ സംസാരിച്ചത് സ്കിൻ ക്യാൻസറിനെ കുറിച്ചാണല്ലോ. അപ്പോൾ ആ ഒരു ക്യാൻസർ നമുക്ക് ഏർലി അത് ഡയഗ്നോസ് ചെയ്താൽ മാറ്റാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? അതല്ല അതൊരു ക്യാൻസർ ആണെന്ന് നമ്മൾ സംശയിക്കേണ്ടത് ഏതൊരു സാഹചര്യത്തിൽ? നമ്മൾ രോഗികൾ തന്നെ പലപ്പോഴും നമുക്ക് ഈ ക്ലിനിക്കൽ സിംറ്റംസ് വെച്ചിട്ട് നമുക്കിത് അതാണോ അല്ലേ എന്നുള്ളത് നമുക്കൊന്ന് സംശയിക്കാനുള്ള കുറച്ച് സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ ABCDE റൂൾ എന്ന് പറയും സ്കിൻ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ അസിമെട്രി, അതിൻ്റെ നമുക്കൊരു മുറിവുകൾ ഉണ്ടാവുന്നു, നോൺ ഹീലിംഗ് ആയിട്ടുള്ള അൾസേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ ഉണങ്ങാത്ത മുറിവുകൾ കുറച്ച് നാൾ നമ്മുടെ ശരീരത്തിൽ നീണ്ടു നിൽക്കുന്നു. ആ അൾസറുകൾ അസിമെട്രിക്കലായിട്ടും അതിൻ്റെ ബോർഡറുകളൊക്കെ ഇറഗുലറായി പാറ്റേൺ ആയിരിക്കും. പിന്നീട് അതിൻ്റെ ബോർഡേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ ബോർഡേഴ്സൊക്കെ ഒരു ഡിസ്റ്റോർട്ടഡ് ഷേപ്പിലായിരിക്കും, ഷേപ്പൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും. പിന്നെ C എന്ന് പറഞ്ഞാൽ കളറ്, അതിൻ്റെ കളറ് ചിലപ്പം ഒരു ബ്ലൂ ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു കുറച്ച് പല കളറുകൾ തോന്നിപ്പിക്കുന്ന രീതിയിൽ, ഇപ്പോൾ മാലിഗ്നൻ മെലനോമ പോലത്തെ സ്കിൻ ക്യാൻസറുകളിലൊക്കെ പല കളറുകളായിട്ട് കാണാം. പിന്നെ D എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ, നമ്മൾ അതിൻ്റെ വീതിയും നീളമൊക്കെ നോക്കുമ്പോൾ അത് സാധാരണ നമ്മൾ ഈ പെൻസിലിൻ്റെ പുറത്തുള്ള റബ്ബർ ഉണ്ടാവുമല്ലോ, അത് നമുക്കറിയാം, അതിനൊരു വലിപ്പം അറിയാം. അപ്പോൾ നമുക്കൊരു മോളുണ്ടാവും, നമ്മുടെ ശരീരത്തിലൊരു കറുത്ത പുള്ളി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു കറുത്ത പാടുണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു അൾസർ ഉണ്ടാകുന്നു, ഒരു മുറിവുണ്ടാകുന്നു. ഇത് വലുപ്പം വളർന്ന് വരുന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു റബ്ബറിൻ്റെ കാട്ടിയിലും കുറച്ച് വലുപ്പത്തിൽ വളർന്നു വരുന്നത്, ഡയമീറ്റർ കൂടി വരുന്നു. ഇതാണ് D എന്ന് പറയുന്നത്. ഇനി E എന്ന് പറഞ്ഞാൽ ഇവോൾവ്, അത് കൂടുതലായിട്ട് വലുതായി വളർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരം സാഹചര്യങ്ങളുള്ള ഒരു സ്കിന്നിലുണ്ടാകുന്ന കളർ ചേഞ്ചസ്, സ്കിന്നിലുണ്ടാകുന്ന ചില അരിമ്പാറകളുടെ വളർച്ച, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചില മുറിവുകൾ ഉണങ്ങാത്ത അവസ്ഥ, ഇതൊക്കെ തുടക്കത്തിൽ തന്നെ ഒരു സ്കിൻ ക്യാൻസറിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പം അങ്ങനെ സംശയിക്കുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്യുക, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബാക്കി ഇൻവെസ്റ്റിഗേഷൻസ് എന്താണെന്ന് ചെയ്യുക. എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മളപ്പോൾ ചെയ്യുന്നത്? അതിൽ നമുക്ക് മിക്കവാറും അധികം സ്കിൻ ബയോപ്സി പോലത്തെ ടെസ്റ്റുകളായിരിക്കും ചെയ്യാനുള്ളത്. അതൊരു സ്കിൻ ഡോക്ടറുടെ കൺസൾട്ടേഷനോട് കൂടി തന്നെ അത്തരം കാര്യങ്ങൾ, ഒരു ഓങ്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷനോട് കൂടിയൊക്കെ നമുക്കത് ചെയ്യാവുന്നതാണ്. അപ്പം അത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളത് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ചിലപ്പോൾ സ്കിൻ ക്യാൻസർ ആയിരിക്കില്ല, മറ്റു പല സ്കിൻ കണ്ടീഷൻസും ഉണ്ടാവാം. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യുകയും അതിന് വേണ്ട കൃത്യമായിട്ടുള്ള ചികിത്സ ആ സമയത്ത് സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏത് ക്യാൻസറുകളിലും ഏറ്റവും അഭികാമ്യമായിട്ട് നമുക്ക് ശ്രോതാക്കളോടും നമ്മുടെ പേഷ്യൻസിനോടൊക്കെ നമുക്ക് പറയാനുള്ളത്. സ്കിൻ ക്യാൻസർ പറഞ്ഞ പോലെ തന്നെ വായിൽ വരുന്ന മുറിവുകളുണ്ടല്ലോ, അപ്പോൾ അത് ചിലപ്പോൾ പുണ്ണ് പോലെ ആയിരിക്കും ആൾക്കാരത് കാണും. അപ്പോൾ അത് പുണ്ണാണോ അതല്ല ക്യാൻസർ ആണോ എന്ന് നമ്മൾ എങ്ങനെ അത് തിരിച്ചറിയാം? അതെ, അത് പല ആളുകളുടെ ഒരു സംശയമാണ്. ഇപ്പോൾ പലപ്പോഴും ചെറിയ പുണ്ണുകളുണ്ടാവും, അല്ലെങ്കിൽ ഈ പുണ്ണുകൾ തന്നെ ചിലപ്പോൾ നമ്മൾ ഓറൽ ല്യൂക്കോപ്ലക്കിയ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കട്ടിപ്പായിട്ട് ഉണങ്ങാത്ത മുറിവുകൾ. ഇപ്പോൾ നമ്മൾ ചില പുണ്ണുകളാണെന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ ക്യാൻസർ ആയേക്കാം. അപ്പോൾ അത് ഉണങ്ങാത്ത മുറിവുകളും കാലങ്ങളോളം നീണ്ടുന്നു. ചിലപ്പോൾ നമ്മൾ ഒരു വൈറ്റമിൻ B കോംപ്ലക്സ് മരുന്നുകൾ കഴിക്കുന്നു, അല്ലെങ്കിൽ ചില മരുന്നുകൾ കഴിക്കുന്നത് മൂലം ചിലപ്പോൾ ഡെഫിഷ്യൻസി കൊണ്ട് വരാം, ആഫ്റ്റർ സൾസേഴ്സ് വരാം. പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടുവരാം. ചിലപ്പോൾ ടൂത്ത് പേസ്റ്റിൻ്റെ അലർജി കൊണ്ട് പോലും ചിലപ്പോൾ ചില ആളുകളുടെ മൗത്ത് അൾസേഴ്സ് ഉണ്ടാവാം. ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണത്തിൻ്റെ അസിഡിക് ഫുഡുകളുടെ കാരണം കൊണ്ടുവരാം. പിന്നെ ഗ്യാസ്ട്രോ ഇസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വയറിലേക്ക് ഗ്യാസ് തികട്ടി വന്ന് തൊണ്ടയിൽ എന്തോ വന്ന് മുട്ടി നിൽക്കുന്ന പോലത്തെ രോഗാവസ്ഥയാണ് ഗ്യാസ്ട്രോ ഇസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ്, GERD എന്ന് പറയുന്ന കണ്ടീഷൻ. അപ്പോൾ ആ അവസ്ഥയിലൊക്കെ കൂടുതൽ അസിഡിറ്റി മുകളിലേക്ക് സ്പ്ലർട്ട് ചെയ്ത് വന്നിട്ടൊക്കെ പുണ്ണുകൾ ഡെവലപ്പ് ചെയ്യാം. ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത്
എന്തെങ്കിലും പുണ്ണാണോ അതോ മറ്റു വല്ല പ്രശ്നങ്ങളാണോ ക്യാൻസറസ് ആണോ എന്നുള്ളത് നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ ഒരു ബയോപ്സി മാത്രമാണോ ടെസ്റ്റ്? ബയോപ്സി ആയിട്ട് ചെയ്യാം. പിന്നെ ഇതിൽ നമ്മൾ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു സ്മോക്ക് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ കൂളിപ്പ് ഉപയോഗിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആളാണ്, മറ്റു പാൻ പരാഗുകൾ നമ്മൾ ചുണ്ടിൻ്റെ അടിയിൽ തിരുകുന്ന പല സാധനങ്ങളുണ്ട്, ചൈനി കൊയിനി എന്നൊക്കെ പറഞ്ഞിട്ടില്ല പല സാധനങ്ങളും ഇന്ന് ആളുകൾ ലഹരിക്കായിട്ടോ ഒരു പ്ലഷറിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ മസ്റ്റായിട്ട് അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യണം. ചിലപ്പം ഒരു ഓറൽ ല്യൂക്കോമിസ് തുടക്കത്തിലുള്ള സ്റ്റേജൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മെഡിസിനിലല്ല നമുക്ക് റിട്ടേൺ നോർമലാക്കി കൊണ്ടുവരാൻ പറ്റും. ഈ സംഗതി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കുക, ലൈഫ് സ്റ്റൈലിൽ അവർ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തുക, അവരതിനനുസരിച്ചുള്ള മെഡിക്കേഷൻ എടുത്താൽ ചിലപ്പോൾ അതിൽ നിന്ന് തന്നെ റിട്ടേൺ മാറ്റം വരുത്താൻ പറ്റും. പക്ഷേ അല്ലെങ്കിൽ ചിലപ്പോൾ നാവ് മുറിച്ച് കളയേണ്ട അവസ്ഥ വരാം, ചിലപ്പോൾ കീമോയോ റേഡിയേഷൻ പോലത്തെ ചികിത്സാ രീതിയിലേക്ക് പോകേണ്ടി വരാം. അത് അവരുടെ ജീവിതം തന്നെ വളരെ ദുസ്സഹമാകുന്ന അവസ്ഥയിലേക്ക് വരാം. നാവിലൊക്കെ ചിലപ്പോൾ പുഴുക്കളരിക്കുന്ന രീതിയിൽ പോലും അത്രയും മോശമായ അവസ്ഥയിലേക്ക് പല രോഗികൾ എത്താറുണ്ട്. അപ്പോൾ ഈ രോഗത്തിൻ്റെ കാഠിന്യം അറിയാതെയാണ് പലപ്പോഴും ഇത്തരം ആളുകൾ ഇത്തരം ലഹരിയിലേക്ക് എത്തുന്നത്. സ്മോക്കിംഗ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ കൂളിപ്പൊക്കെ ഒന്ന് വളരെ ട്രെൻഡിങ് ആയിട്ട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിർത്തണമെന്ന് പല ആളുകൾക്കും ആഗ്രഹമുണ്ട്, പക്ഷേ നിർത്താൻ പറ്റുന്നില്ല. അവരതിന് അടിമപ്പെട്ട് പണ്ടൊക്കെ പല മറ്റു ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നാണ്, അവിടെ നിന്നാണ് ഇതൊക്കെ പലപ്പോഴും ഇവിടെ എത്തിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് യുവാക്കളിലും കുട്ടികളിലും സ്കൂൾ ഗോയിങ് ചിൽഡ്രൻസിലൊക്കെ ഇത് അവർ വളരെ ലാഘവത്തോടു കൂടി ഇതുകൊണ്ടൊരു ഹെൽത്ത് ഹസാർഡും ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇത് അവർക്ക് മാത്രമല്ല അവരുടെ ഫാമിലിക്ക്, അവരുടെ പാർട്ട്നേഴ്സിനൊക്കെ ഇതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻ ഇത് ഉപയോഗിക്കുന്ന മൂലം വരുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇത്തരം മാരകമായിട്ടുള്ള ക്യാൻസറുകൾ, മൗത്ത് അൾസർ പോലെയുള്ള ക്യാൻസറുകളും അവർക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു മിത്താണ് ഈ ടൈറ്റായിട്ടുള്ള ഇന്നർവേഴ്സ് ബ്രാസൊക്കെ ഉപയോഗിച്ചാൽ ക്യാൻസർ വരും. അത് ശരിയാണോ? അത് ശരിക്കൊരു ശരിയായ കാര്യമല്ല. ഇപ്പോൾ നമ്മൾ ടൈറ്റ് ഇന്നർവേഴ്സ് ഉപയോഗിച്ചു എന്ന് വിചാരിച്ചിട്ട് ക്യാൻസർ വരാനുള്ള സാഹചര്യമൊന്നുമില്ല. പക്ഷേ അതിലിപ്പോൾ പറയുന്നത് ലിംഫാറ്റിക് ഡ്രൈനേജ് ബ്ലോക്കായിട്ട് നമ്മൾ ക്യാൻസർ വരാമെന്നൊക്കെ പറഞ്ഞ പല വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും ഒരു മിത്തായിട്ട് തന്നെയാണ്, അത് ശരിക്കും ക്ലിയർ അല്ല. പിന്നെ അവർക്ക് ചിലപ്പോൾ വല്ല ഫംഗൽ ഇൻഫെക്ഷൻസോ ക്രോണിക് ഇൻഫ്ലമേഷൻസൊക്കെ വരാം, അല്ലെങ്കിൽ അലർജീസൊക്കെ ഡെവലപ്പ് ചെയ്യുക, അങ്ങനെ ടൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ രാത്രിയൊക്കെ ബെറ്റർ ലൂസായിട്ടുള്ള ഇന്നർവേഴ്സ് ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ്. നൈറ്റ് ടൈമിലൊക്കെ അല്ലെങ്കിൽ ഉറങ്ങുമ്പോഴോ റിലാക്സ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ലത് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് അഡ്വൈസ് ചെയ്യാം. പക്ഷേ ഈ ഇത് ഉപയോഗിക്കുന്നത് മൂലം അത്തരം ക്യാൻസറുകൾക്ക് അതൊരു കാരണമാവും എന്നുള്ള ഇതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഇത് നമുക്ക് എത്രയും നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. അപ്പോൾ അത് നമ്മൾ സ്ഥിരമായിട്ട് 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ, ഇപ്പോൾ 35 വയസ്സല്ല അതിന് മുമ്പും ചെറിയ പ്രായത്തിൽ തന്നെ തടിപ്പും കാര്യങ്ങളായിട്ട് കുട്ടികളൊക്കെ വരുന്നുണ്ട്. നിർബന്ധമായിട്ടും എല്ലാ സ്ത്രീകളും ഒരു 30 വയസ്സ് പ്ലസ് ഉള്ള എല്ലാവരും അത് ഓരോ മാസങ്ങളിൽ അല്ലെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും കൃത്യമായിട്ട് സെൽഫായിട്ടൊന്ന് പരിശോധിക്കണം എന്നുള്ളതാണ്. അവനവൻ്റെ ബ്രസ്റ്റിൽ നമ്മൾ തന്നെ കൈവച്ചിട്ട് പാൽപ്പേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും തടിപ്പോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് പരിശോധിച്ച് ഫോളോ അപ്പ് എടുത്ത് പോകണം. അപ്പോൾ ഈ തടിപ്പ് സോഫ്റ്റായിട്ടുള്ള സ്വെല്ലിംഗ് ആണ്, തടിപ്പാണ്. ഇത് നമ്മൾ ഇങ്ങനെ ഇളക്കുമ്പോൾ ഇളകുന്ന ടൈപ്പാണ്. എന്തെങ്കിലും വലിയ പ്രശ്നമില്ലാത്തൊരു തടിപ്പായിട്ട് തന്നെ കാണാം. ഇനി അത് കട്ടിയുള്ള മുഴകളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനോടനുബന്ധിച്ച് വല്ല കയലവീക്കം, ഇവിടെ നമ്മളെ കക്ഷങ്ങളിലോ അതിന് ചുറ്റുപാടുമായിട്ട് വല്ല കയലവീക്കം ഉണ്ടോ എന്ന് സെൽഫായിട്ട് എക്സാമിൻ ചെയ്യാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് വേണ്ട പരിശോധനകൾ ചെയ്ത് ബയോപ്സി മറ്റും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതെ, അതിലിപ്പോൾ മെയിനായിട്ട് തന്നെ സെൽഫ് എക്സാമിനേഷനിൽ നിപ്പിൾസിൽ ഉണ്ടാകുന്ന ഇൻവേർട്ടഡ് നിപ്പിൾസ്, ചിലപ്പോൾ ഉൾവലിയുന്ന സാഹചര്യങ്ങൾ വരാം. ചിലപ്പോൾ പ്യൂഡി ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ കളറിൽ വരുന്ന ബ്രസ്റ്റിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ചിലപ്പോൾ 2 ബ്രസ്റ്റുകളും അവർക്ക് സെൽഫ് എക്സാമിനേഷൻ ഒരു മിററിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് കൈ പൊക്കിയിട്ട് അവർക്ക് ജസ്റ്റ് മിററിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അവർക്ക് പരിശോധിക്കാം. അപ്പോൾ എന്തെങ്കിലും ഷേപ്പിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇതെല്ലാം ഒരു ലക്ഷണങ്ങളായിട്ട് അവർക്ക് കാണാവുന്നതാണ്. പലപ്പോഴും ഇവിടെ സംഭവിക്കുന്നത് സ്ത്രീകൾ ഇത് മറച്ചു വയ്ക്കും. എന്തെങ്കിലും തടിപ്പ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അത് എത്രയും നേരത്തെ കണ്ടെത്തിയാൽ അത് ആ സ്റ്റേജിൽ തന്നെ നമുക്കത് അവിടെ റിമൂവ് ചെയ്തിട്ടോ മറ്റോ നമുക്ക് അതിൻ്റെ ഒരു ഫർദർ അഡ്വാൻസ്മെൻറ്റ് മറ്റ് ഓർഗനിലേക്ക് അത് എഫക്റ്റ് ചെയ്യുന്നു. ആ ഒരു പേഷ്യൻറ്റിൻ്റെ ലൈഫ് സേവിങ് നമുക്ക് സ്വയം ചെയ്യാവുന്നല്ലേ, ഏർലി ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ല. പലപ്പോഴും ഇത് കണ്ടെത്താതെ പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതെ, പലപ്പോഴും അത് വൈകിയാണ് എല്ലാം അത് കഴിഞ്ഞ് ബ്രസ്റ്റിൽ നിന്ന് അടുത്തൊരു സ്റ്റേജിലേക്ക്, ഒന്നില്ലെങ്കിൽ ലിവറിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വെർട്ടിബ്രയിലേക്കോ ഒക്കെ അത് പകർച്ച വന്ന് മെറ്റസ്റ്റാസിസ് വന്നിട്ട്
ഉള്ളൊരു അവസ്ഥയിലാണ് പല ആളുകളും ചിലപ്പോൾ അത് പുറത്ത് തന്നെ പറയാൻ. പലപ്പോഴും സ്ത്രീകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അവരൊരിക്കലും കൺസേൺ അല്ല. കുട്ടികളുടെ, ഫാമിലിയുടെ, ഹസ്ബൻഡിൻ്റെ, മക്കളുടെ എല്ലാത്തിലും ഇവർ നന്നായിട്ട് ഇൻവോൾവ്. ഇപ്പോൾ ഒരു ഫാമിലിയെ കൊണ്ടുനടക്കുന്നത് പലപ്പോഴും ഒരു സ്ത്രീ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ സ്ത്രീ ചെയ്തു കൊടുക്കും. ചിലപ്പോൾ അവരുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ എല്ലാവരും ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും ബാക്കി എല്ലാവരും നോക്കും. പക്ഷേ സ്വന്തം ഒരു പ്രശ്നം വരുമ്പോൾ ഇവർ പലപ്പോഴും ഉള്ളിൽ ഒതുക്കിയിട്ട് പറയില്ലത്. ഈവൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോലും പറയാത്ത സ്ത്രീകൾ പലപ്പോഴും വൈകി വന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അത് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, ഞാൻ സ്വയം ഒരുങ്ങി തീരുക എന്ന് പറയുമല്ലോ. അവരെന്നെ സ്വയം ഒരുങ്ങി പിന്നെ അവസാനം എല്ലാം പിടിവിടുമ്പോഴാണ് ഇത് പുറത്തേക്ക് എത്തുന്നതും അല്ലെങ്കിൽ അപ്പോഴേക്കും ഇത് വൈകി പോയിട്ടുണ്ടാവും ഇത്തരം സാഹചര്യം. അപ്പോൾ അത് എല്ലാ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടത് ഹെൽത്ത് ഇഷ്യൂസ് എന്തായിക്കോട്ടെ, ഇത് ക്യാൻസർ മാത്രമല്ല, അത് പ്രോപ്പർ ടൈമിൽ ട്രീറ്റ് ചെയ്യുക. പ്രോപ്പർ ടൈമിൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സ്ത്രീകളുണ്ടാവും. അപ്പോൾ അത് പിന്നീട് ഭാവിയിൽ അതൊരു PID, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് പോലെ അല്ലെങ്കിൽ ഗർഭാശയത്തിലൊക്കെ നീർക്കെട്ടും കാര്യങ്ങളും പ്രശ്നങ്ങളുമായിട്ട് അങ്ങനെ പല സാഹചര്യത്തിലൂടെ ഇവർ കടന്നു പോകാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ഇത് കേൾക്കുന്ന ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കൊണ്ട് നടക്കാതെ യഥാസമയത്ത് ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ്. അത് നമ്മളൊരു ഡോക്ടറെ ഷെയർ ചെയ്യാതെ പ്രശ്നങ്ങൾ ഉള്ളതാണെങ്കിൽ അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ ബ്രസ്റ്റ് ക്യാൻസറിൽ നമ്മളൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. നിപ്പിളിലുണ്ടാവുന്ന ഡിസ്ചാർജസ്, അത് ബ്ലഡി ഡിസ്ചാർജ് അല്ലേ, ബ്ലഡ് പോലെയുള്ള രക്തം പോലെയുള്ള അല്ലെങ്കിൽ വെള്ള കളർ ഡിസ്ചാർജ് ആയിരിക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ഡിസ്ചാർജ് ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ അതൊരു എമർജൻസി തന്നെയാണ്. അത് ശരിക്കും ഇൻവെസ്റ്റിഗേഷൻ, ലാബ് ടെസ്റ്റ് മറ്റും ചെയ്യേണ്ട ഒരു അതെ. അതിലിപ്പോൾ ഈ ബ്രസ്റ്റിൻ്റെ കാര്യത്തിൽ ബ്രസ്റ്റിലുണ്ടാവുന്ന ചില ഡിസ്ചാർജുകൾ, ഇപ്പോൾ നമ്മൾ പാല് വരുന്ന അവസ്ഥ, ഇപ്പോൾ ചില സ്ത്രീകളിൽ ലാക്ടേറ്റിംഗ് അല്ലാത്ത, ഇപ്പോൾ പ്രസവാനന്തരമോ അല്ലെങ്കിൽ മുലയൂട്ടുന്ന സമയത്തല്ലാത്ത സ്ത്രീകളിൽ മുലപ്പാൽ വരുന്നുണ്ടെങ്കിൽ പ്രൊലാക്റ്റിൻ എന്നുള്ളൊരു ഹോർമോൺ അവർ ചെക്ക് ചെയ്യണം. ചിലപ്പോൾ അതൊരു ബ്രെയിൻ ട്യൂമറിൻ്റെ ബ്രെയിനിലുണ്ടാകുന്ന പിറ്റ്യൂട്ടറി അഡിനോമ പോലത്തെ കണ്ടീഷനുകളുടെ ഒരു പ്രിലിമിനറി ലക്ഷണങ്ങളായിരിക്കും അത്. അപ്പോൾ അതൊരു പാലല്ലേ, അത് കുഴപ്പമില്ലാതെ പറഞ്ഞുകൊണ്ട് വെച്ചുകൊണ്ട് എന്നിട്ട് അവസാനം ഒരു തലച്ചോറിലെ മുഴകൾ വളരുകയും ചിലപ്പം അതൊരു ചെറിയ സർജറി ചെയ്താലോ അല്ലെങ്കിൽ ക്ലിയർ ചെയ്യേണ്ട സാഹചര്യത്തിൽ നിന്ന് നമ്മൾ പറയാമല്ലോ, ഒരു മുള്ളു കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കേണ്ട അവസ്ഥ വരുന്നൊരവസ്ഥ പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ശരീരം ശരിക്ക് ഏതൊരു അസുഖങ്ങളാണെങ്കിലും കൃത്യമായിട്ടുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ മുൻകൂട്ടി പലപ്പോഴും കാണിക്കും. നമ്മളത് തിരിച്ചറിയാന്നുള്ളിടത്താണ് നമ്മുടെ ഒരു ആ ഒരു അസുഖത്തെ നമ്മൾ പിടിച്ച സമയത്ത് പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് തയ്യാറാക്കേണ്ട ഏറ്റവും വലിയ സൂചനകൾ ശരീരം തരുമ്പോൾ കൃത്യമായിട്ട് അത് തിരിച്ചറിയാന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇത് ലേഡീസിന് മാത്രമാണോ വരിക, അതോ ജെൻസിന് ബ്രസ്റ്റ് ക്യാൻസർ വരുമോ? അത് സാധാരണ ചോദിക്കുന്നതാണ്, ബ്രസ്റ്റ് ക്യാൻസർ സ്ത്രീകൾക്ക് മാത്രമാണോ അതോ പുരുഷന്മാർക്ക് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ സാധാരണ പുരുഷന്മാർക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാം. പക്ഷേ കൂടുതൽ നമുക്ക് ഒരു അളവ് നോക്കുമ്പോൾ സ്ത്രീകളിലാണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അളവ് കൂടുതൽ. പുരുഷന്മാരിലും ബ്രസ്റ്റ് ക്യാൻസർ വരാവുന്നതാണ്.